ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ജനുവരി 6, 2026 രണ്ടാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയായിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള വോളറ്റിലിറ്റി ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും പ്രധാനപ്പെട്ട സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കൗണ്ടറുകളിലാണ് ഇന്ന് ആക്ഷൻ വന്നത്. അതേ സമയം ഇന്ന് നിഫ്റ്റിയെ ഏറ്റവും കൂടുതൽ പിറകോട്ടടിച്ചത് റിലയൻസ് ആണ്. നിഫ്റ്റിയുടെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള റിലയൻസ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത്. 88.2 പോയിന്റിന്റെ നഷ്ടമാണ് റിലയൻസിനെ കൊണ്ട് മാത്രം നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നെഗറ്റീവ് കോൺട്രിബ്യൂട്ടർ നിഫ്റ്റിയിലെ HDFC ബാങ്ക് ആണ്. 55.9 പോയിന്റ് ഡൗൺ സൈഡാണ് നിഫ്റ്റിയിൽ ഈ ഒരു സ്റ്റോക്ക് കൊണ്ട് മാത്രം ഉണ്ടായിരുന്നത്. പിന്നെ ഒന്ന് ട്രെൻഡാണ്. ട്രെൻഡിൽ ഏകദേശം 5%-9% നെഗറ്റീവ്സ് വന്നു. റിലയൻസും ഏകദേശം ഇൻട്രാഡേ ബേസിൽ 5% നെഗറ്റീവ് വന്നായിരുന്നു. പിന്നീട് 4.5% നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത് രണ്ടിനും കാരണം ട്രെൻഡ് ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്ന ബിസിനസ് അപ്ഡേറ്റ്സിൽ അത്രമാത്രം പോസിറ്റീവായിട്ടുണ്ടായിരുന്നില്ല. ട്രെൻഡിനെ സംബന്ധിച്ചിട്ട് ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിനുള്ളത്. പ്രത്യേകിച്ചും സുഡിയോ, വെസ്റ്റ് സൈഡ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഓവർ എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിലുണ്ട്. അത് മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് ട്രെൻഡിന് വരുന്ന പ്രധാനപ്പെട്ട കാരണം. റിലയൻസിനെ സംബന്ധിച്ചിട്ട് ജാംനഗർ അവരുടെ റിഫൈനറിയിലേക്ക് റഷ്യൻ ഓയിലിൻ്റെ സപ്ലൈ കുറയുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ജനുവരിയിൽ ഇതുവരെ റഷ്യൻ ഓയിൽ ഒന്നും തന്നെ ജാംനഗർ റിലയൻസിൻ്റെ പ്രോസസ്സിംഗ് ഫാക്ടറിയിലേക്ക് വന്നിട്ടില്ല. ജാംനഗർ റിഫൈനറിയിലേക്ക് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും വില കൂടിയ ക്രൂഡ് ആയിരിക്കും റിലയൻസ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഭാവിയിൽ റിലയൻസിൻ്റെ ഈ മെറ്റീരിയൽ കോസ്റ്റ് കൂടുകയും മാർജിൻ പ്രഷർ നേരിടുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള അനുമാനത്തിലാണ് റിലയൻസിൻ്റെ ഓഹരികൾ ഇന്ന് കനത്ത നഷ്ടം രേഖപ്പെടുത്തിയത്. അതേസമയം ഇത് പിന്നീട് കമ്പനി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ഏതായാലും പോസിറ്റീവ് സൈഡിൽ IT ഉണ്ടായിരുന്നു. TCS ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ IT-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. 10.8 പോയിന്റിൻ്റെ നേട്ടമാണ് ഇന്ന് നിഫ്റ്റിയിലേക്ക് TCS കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതേസമയം SBI, സൺ ഫാർമ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അപ്പോളോ ഹോസ്പിറ്റൽ പോലുള്ള ഓഹരികളിൽ ഇന്ന് നേട്ടം രേഖപ്പെടുത്തി. അതേപോലെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ ഇന്ന് നേരിയ തരത്തിലുള്ള ഒരു നാരോ റേഞ്ച് ട്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത്. നാളെ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 26,100 to 26,150 ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണായിട്ട് നിൽക്കാൻ സാധ്യത. അതേസമയം 26,275 മുതൽ 26,330 വരെയുള്ള ഒരു പോയിന്റുകളിൽ 50 പോയിന്റ് 60 പോയിന്റിലാണ് നിഫ്റ്റി ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് നേരിടാൻ സാധ്യത. അതായത് 26,330 അപ്പർ സൈഡിലും 26,100 ഡൗൺ സൈഡിലുള്ള ഒരു ട്രജക്ടറിയാണ് നിഫ്റ്റിക്കുള്ളത്. നമ്മൾ ഇന്ന് 2 പ്രധാനപ്പെട്ട കോളുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടൊറൻറ്റ് ഫാർമയിൽ 4000 കോളിൽ നമ്മൾ ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുണ്ടായി. ഏകദേശം 33-34 ലെവലുകളിൽ വന്ന് സ്റ്റോക്ക് ഇന്ന് 50 വരെ പോവുകയുണ്ടായി. അതേസമയം നമ്മുടെ HDFC